ആദ്യത്തെ നമ്പർ 94 97 97 97 94. ഒന്നുകൂടെ പറയാം. 94 97 അഗെയിൻ 97 അഗെയിൻ 97 94. ഒന്നാമത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. ഈ 2 നമ്പറുകളിലേക്ക് രഹസ്യമായി വിവരങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. ഇനി ഒരു വാട്സാപ്പ് നമ്പർ കൂടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 59 66 66 66. ഇത് വാട്സാപ്പ് നമ്പറാണ്. ഒന്നുകൂടെ പറയാം. 999 59 66 66 6. ഇതിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല. ഒരു തരത്തിലും അത് ലീക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ല. അപ്പം അതുകൊണ്ട് കേരളത്തെ ഒരു ഡ്രഗ് ഫ്രീ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ക്രൂസേഡാണ് കേരള പോലീസും മറ്റ് വകുപ്പുകളും ചേർന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് വളരെ ആസൂത്രിതമായ നിലയിൽ വളരെ സയൻറ്റിഫിക്കായി പ്രൊഫഷണലായിട്ടാണ് ഈ പ്രോഗ്രാം തുഫാൻ ദി നർക്കോ ഹണ്ട് എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ ഞാൻ വന്നപ്പോഴാണ് ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ഇത് ടാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ, സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ശ്രീ മമ്മൂട്ടിക്ക് തന്നെ ഒരു സ്വന്തമായും ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, സഭയുടെ വിവിധ മത സാമൂഹ്യ സംഘടനകൾ ഒക്കെ ഈ പ്രസ്ഥാനവുമായി സഹകരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ നല്ല കാര്യമാണ്. കാരണം എല്ലാവരും ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഈ പോരാട്ടം ശക്തമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതിന് വ്യാപകമായ പ്രചരണം കൊടുക്കാനും ആളുകളുടെ ഇടയിൽ അവബോധമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ കൂടി ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത് വീണ്ടും ഘട്ടം ഘട്ടമായി അത് നിങ്ങളുടെ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതാണ്. 2 തരത്തിലാണ്. ഒരു തരത്തിൽ ബോധവൽക്കരണം, മറ്റേ തരത്തിൽ ശക്തമായ നേരിടൽ. ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ എല്ലാ പൊതുജനങ്ങളുടെയും പരിപൂർണമായ സഹായം ഉണ്ടാകണം. സമൂഹത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുമുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. ഈ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പോലീസിനെ കൃത്യമായി അറിയിക്കണം. പോലീസ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ ടീം വളരെ ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് DGP നിയോഗിച്ചിട്ടുള്ളത്. അവർ സത്യസന്ധമായി ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അപാകത പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എന്നെ അറിയിക്കാവുന്നതാണ്. അതിൽ കർശനമായ നടപടി ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇത് വളരെ സുതാര്യമായും ജനങ്ങളുടെ ഭാവി, നമ്മുടെ പുതിയ തലമുറയെ രക്ഷപ്പെടുത്താനുള്ളൊരു ദൗത്യമാണ് കേരള സർക്കാർ ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പീസ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദ പ്രിൻ്റഡ് കോപ്പീസ് ടു യു. ആയിരം ഇല്ലേ? NDPC ആക്ട് അനുസരിച്ച് ഈ 1000 ഗ്രാം വരെ 999 ഗ്രാം വരെ കൈവെക്കാം എന്നുള്ളതുണ്ട്. അതിൻ്റെ കാരണം കേന്ദ്ര നിയമമാണ്, മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ചില മരുന്നുകൾക്കൊക്കെ ഇത് പലതും ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഞങ്ങളത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി, കാരണം ഇത് പല ക്വാണ്ടിറ്റി ആയിട്ട് ആളുകൾ കയ്യിൽ വെക്കും.
അപ്പോൾ പലപ്പോഴും പിടിക്കാൻ പറ്റത്തില്ല, പിടിച്ചാൽ ജാമ്യം കിട്ടും, അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതെ. മിനിസ്ട്രി മാസീവായിട്ട് കേരളത്തിൽ ഇത് വരാൻ വളരെ പോലീസിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കുമെന്ന് അങ്ങേക്കും തോന്നുന്നു. അല്ല, അങ്ങനെയുള്ള അത് ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. 10 കൊല്ലമായിട്ട് അങ്ങനെയുള്ള ഒരു കംപ്ലൈൻസിന്റെ ഗ്രീവൻസിന്റെ പരിശോധിക്കുന്നതിനുള്ള ഒരു മെക്കാനിസം കേരളത്തിൽ അല്ല, സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ പോലീസും. അല്ലല്ല. അപ്പം അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ പോലീസിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നിരീക്ഷിക്കും. സബ് ഇൻസ്പെക്ടർ ലെവലിലോ ഹെഡ് കോൺസ്റ്റബിൾ ലെവലിലോ ഒന്നുമല്ല, IPS-ലുള്ള പലരും നാർക്കോട്ടിക് ബന്ധമുള്ളവർ. വളരെ ചൂണ്ടിക്കാണിച്ചോളൂ, ഞങ്ങൾ നടപടിയെടുക്കാം. പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം കഴിഞ്ഞ ഇഫ് യു ഹാവ് എനി ഇൻഫർമേഷൻ പ്ലീസ് പാസ് ഇറ്റ് ഓൺ ടു us, we will take action. അതിപ്പോ എല്ലാവരും പോലീസിലുള്ളവർക്ക് തന്നെ പരസ്പരം അറിയാവുന്നതാണ്. പക്ഷെ ആക്ഷൻ എടുക്കാൻ ആർക്കും കഴിയത്തില്ല, DGP കഴിയത്തില്ല, ADGP-ക്കും കഴിയത്തില്ല. നോക്കാം നമുക്ക്. ഡി-ഹണ്ട് കൂടി ഇതിനോട് ചേർത്ത് പ്രവർത്തിക്കുകയാണ്. അല്ല, ഡി-ഹണ്ടിൻ്റെ ഒരു തുടർച്ചയായിട്ട് കണ്ടാൽ മതി. ഇപ്പം എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് എന്താ, ഇതിനെ നിരുത്സാഹപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്. അതൊന്നും ഞങ്ങൾ മോശക്കാരായിട്ട് കാണുന്നില്ലല്ലോ. അതും ഇതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ പിന്നെ ഒരു പ്രോഗ്രാം, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി ശക്തമായി നേരിടുക എന്നുള്ളതാണ്. എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ കാലഘട്ടത്തിലും ഇതിനെതിരായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. ഇപ്പം ഞാൻ തന്നെ 14 ജില്ലകളിലും ഒരു വ്യക്തി എന്ന നിലയിൽ ഡ്രഗിനെതിരായിട്ടുള്ള മാസീവായിട്ടുള്ള വാക്കത്തോൺ ഞാൻ നടത്തുകയുണ്ടായി. ധാരാളം സംഘടനകൾ നടത്താറുണ്ട്. അതെല്ലാം ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടത്തും. എക്സൈസിന് അതിനുള്ള സംവിധാനമുണ്ട്. റീഹാബിലിറ്റേഷൻ, ക്യൂർ ചെയ്യാനുള്ള ഹെൽത്ത് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾ തേടുന്നുണ്ട്. അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. DGP ആ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഇതുമായിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാലും വേഗത്തിൽ അത് നടപ്പാക്കും. അതെ. ഈ പദ്ധതി അവർ തന്നെ വളരെ വേഗതയിൽ ആ കമ്മിറ്റി കൂടി റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നടപ്പാക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നിയമസഭയിൽ തന്നെ ഇത് പ്രതിപക്ഷത്തിരുന്നപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഇത് ഞാൻ ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമല്ല. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി പഠിച്ച ശേഷം അവരുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. 1. 2, ഒരു സ്റ്റേഷൻ്റെ ചുമതല പണ്ട് നമുക്ക് ഒരു SIക്കായിരുന്നു. പുതുതായി ഒരു SI ആയി വരുന്ന ആളുകൾ വളരെ സമർത്ഥമായി ആ പോലീസ് അതിർത്തിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. CIക്ക് ഉണ്ടായിരുന്ന ചുമതല 3-4 പോലീസ് സ്റ്റേഷനുകളുടെ മേൽനോട്ടമായിരുന്നു. അതിൻ്റെ മുകളിൽ DYSP 5, 6 അല്ലെങ്കിൽ 7 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം. അപ്പം അത് മാറ്റിയിട്ട് CIയെ SI ആക്കിയതോടുകൂടി SIയുടെ ഉത്സാഹം കുറഞ്ഞു. വർക്ക് ടെമ്പർമെൻറ്റ് തന്നെ മോശമായി. CIക്ക് പണ്ടുണ്ടായിരുന്നത് ഒരു സൂപ്പർവിഷണൽ ഒരു ദൗത്യമായിരുന്നെങ്കിൽ അദ്ദേഹം SH ആയതോടുകൂടി SIയുടെ ജോലി ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെയും പ്രവർത്തനത്തിൽ വലിയ തോതിലുള്ള മാന്ദ്യം അനുഭവപ്പെട്ടു. അപ്പോൾ CI ആയിരുന്നപ്പോൾ 3-4 സ്റ്റേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സ്റ്റേഷനായി. അപ്പോൾ DYSPക്കും ജോലി ഭാരം കൂടി. ഇതെല്ലാമാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഇത് തന്നെയായിരുന്നു. കേരളം പോലീസ് സംസ്ഥാനത്ത്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇവിടെ ആർക്കെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഒരിടത്ത് മറിഞ്ഞു വീണാൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകും, പെട്ടെന്ന് പരാതി കൊടുക്കും, FIR ഇടും. അപ്പോൾ കേരളത്തിൽ എല്ലാ അവയർനെസ് വളരെ കൂടുതലായതുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളും സജീവമാണ് ഇപ്പോഴും. മറ്റ് സംസ്ഥാനങ്ങൾ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ സജീവമായൊരു പോലീസ് സേനയുടെ പ്രവർത്തനത്തിന് പഴയ സിസ്റ്റം ആണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രയോജനമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ തോന്നൽ കൊണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം എടുക്കാൻ കഴിയില്ല.
കാരണം മുൻ ഗവൺമെൻറ് സ്വീകരിച്ച ഒരു നടപടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് DGPയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടാക്കി അവരത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. ഇതൊന്നും വ്യക്തിപരമല്ല. സേനയ്ക്ക് ഏതാണ് പ്രയോജനം, ഇന്ന ഗവൺമെൻറ് ഇന്നത് ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല. ഗവൺമെൻറ് ഈസ് കണ്ടിന്യൂവിറ്റി. സർക്കാരുകൾ കണ്ടിന്യൂവിറ്റിയാണ്, തുടർച്ചയാണ്. അങ്ങനെയുള്ള തീരുമാനമൊന്നും ഞങ്ങൾക്കില്ല. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. ഇപ്പം ഞാൻ പല DGPമാരോട് സംസാരിച്ചു, മറ്റ് സീനിയർ റിട്ടയർ ചെയ്ത് പോയ DGPമാരോട് സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു, ഈവൻ പോലീസ് കവർ ചെയ്യുന്ന പത്രലേഖകരോട് സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് പഴയ സിസ്റ്റമാണ് നല്ലതെന്നാണ് എന്നോട് പറയുന്നത്. എങ്കിലും എൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയല്ലല്ലോ. DGPയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ട് ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഏതാണ് ഗുണകരമെന്ന് ഗവൺമെൻറ് വിലയിരുത്തി ഒരു തീരുമാനമെടുക്കും. I'll talk to you separately. ഈ ശരീരത്തിലേക്ക് കാരണം 18-ാം തീയതി അയാളെ വിനാകിലോ അവിടെ വിനാഗി വരുന്നു, 28-ാം തീയതി അയാളെ ഹോസ്പിറ്റലിൽ. ഇതിനിടയിൽ അയാളുടെ കുടുംബത്തിലുള്ളവർ അയാളെ കാണാൻ വരുന്ന സമയത്ത് ശരീരത്തിൽ മുകളിലായിരുന്നു. പക്ഷെ ഈ ആശുപത്രിയിൽ ചെന്ന ശേഷം പല്ലുകൾ ഇളകി നീളും, ചുണ്ടുകളൊക്കെ നീളിച്ച് ധരിച്ച പാടും ഉണ്ടായിരുന്നു. അപ്പൊ അതിലിതുവരെ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ സംഭവിച്ചൊരു കാര്യത്തിൽ ഇവരെ പുറത്തുമില്ല. അയാൾക്ക് 50% മാനസിക ബുദ്ധിമുട്ടുള്ളതാണ്. അയാളെയാണ് വിനാഗിലാക്കിയത്. ആ ഒരു കാര്യം ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ പോലീസല്ല, ജയിൽ വകുപ്പാണ്. ഞാൻ ജയിൽ വകുപ്പ് മേധാവിയായിട്ട് സംസാരിച്ചു. ഞാൻ ആസ്ക് ഫോർ എ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പോലീസ് മർദ്ദനമോ അല്ല ജയിലിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു രേഖയും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞുകൊണ്ടാണെന്നാണ് ഒരു വിവരം എനിക്ക് ലഭിച്ചത്. ഏതായാലും പൂർണ്ണമായ റിപ്പോർട്ട് ജയിൽ ADGPയുടെ തേടിയിട്ടുണ്ട്. അല്ല, അത് പോലീസ് ഇപ്പം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പോലീസ് കോടതിയുടെ മുമ്പാകെ ഇപ്പം കേസ് നിൽക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ. എല്ലാ വിവരങ്ങളും കോടതിയുടെ മുമ്പിലുണ്ടല്ലോ. അന്വേഷണത്തിന് എന്നെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 കേസുകളിലാണ് പ്രധാനമായും. ഒന്ന്, പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി, ഒന്ന്. 2, കാസർഗോഡ് ജില്ലയിലെ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യം കൊടുത്തപ്പോഴുണ്ടായത്. ഇത്തവണ അതുപോലും ഇല്ലാതെ ജാമ്യം കിട്ടി. ഈ 2 സംഭവങ്ങളെ സംബന്ധിച്ച് ജയിൽ DGPയുമായിട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അല്ല, അത് EDയുടെ മുമ്പിലുള്ളൊരു കേസല്ല. അതിനിപ്പോൾ കേരള പോലീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ താൽക്കാലമില്ല. ഞങ്ങളൊന്ന് കയറിയതല്ല ഉള്ളൂ, ഒന്ന് ഇതുവരെ ഓഫീസ് പോലും ആയിട്ടില്ല. എല്ലാവരുടെയും സഹായം, ഞാൻ വേറെ ചോദ്യങ്ങളില്ലെങ്കിൽ സഹായം തേടുകയാണേ. ആർക്കെല്ലാം എന്തെല്ലാം പറയാം. So thank you very much.